തന്നെ കുടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ KGM-CTA ഗ്രൂപ്പിൽ തുറന്നടിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. കേരളം കൂടെ നിന്നപ്പോഴും ചില സഹപ്രവർത്തകർ തന്നെ ജയിലിൽ അയക്കാൻ ശ്രമിച്ചു. വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി സഹപ്രവർത്തകനെ മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചവരുണ്ട്. അവർക്ക് കാലം മാപ്പ് നൽകട്ടെ എന്ന് KGM-CTA വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ സന്ദേശം. രാഹുൽ ജി നാഥ് ഉണ്ട് കൂടെ. രാഹുൽ, ഗുഡ് മോർണിംഗ്. തുടക്കം മുതൽ ഈ പ്രശ്നങ്ങളുടെയൊക്കെ സമയത്ത് പൊതുസമൂഹം ആശങ്കപ്പെട്ടിരുന്ന ഒരു കാര്യം ഡോക്ടർ ഹാരിസ് മാനസികമായി എത്രത്തോളം തകർന്നു പോയിട്ടുണ്ടാവണം എന്നതാണ്. മാനസികമായി കരുത്ത് ഈ സത്യസന്ധനായ മിടുക്കനായ ഡോക്ടർക്ക് ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനകളായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മാനസികമായി അദ്ദേഹം ഒരുപാട് തകർന്നിരുന്നു എന്നുകൂടി മനസ്സിലാക്കുന്ന ഒരു സന്ദേശമാണല്ലോ ഇപ്പോൾ ഈ KGM-CTA ഗ്രൂപ്പിൽ വന്നിട്ടുള്ളത്. വിശദവിവരങ്ങൾ എന്തൊക്കെ രാഹുൽ? എന്തായാലും നിലവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡോക്ടർ ഹാരിസ് KGM-CTA ഗ്രൂപ്പിൽ, അതായത് മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ ഗ്രൂപ്പിലാണ് തന്റെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. കാരണം ഒരു തുറന്നു പറച്ചിലായി അത് നമുക്ക് കണക്കാക്കാം. കാരണം ഈ ആരോപണങ്ങൾ വന്നപ്പോൾ കൂടെ നിൽക്കുമെന്ന് ഡോക്ടർ ഹാരിസ് പ്രതീക്ഷിച്ച പലരും ഒപ്പം നിന്നില്ല എന്ന് മാത്രമല്ല തന്നെ ക്രൂശിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതായത് ഇതൊരു പൊതുപ്രശ്നമായി അവതരിപ്പിക്കുകയാണ്. ആ പൊതുപ്രശ്നമായി അവതരിപ്പിക്കുമ്പോൾ ഉറപ്പായും ആ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് ഈ പ്രശ്നങ്ങളെല്ലാം. അപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് വേണ്ടി, ആ പ്രശ്നങ്ങൾ നന്നാകാൻ വേണ്ടി നിൽക്കാതെ ആ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് തന്നെ ഒറ്റാൻ ശ്രമിച്ചു എന്ന തരത്തിലേക്കാണ് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഈ മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടനകൾ ആദ്യഘട്ടം മുതൽ പരിധികളില്ലാത്ത പിന്തുണയാണ് ഡോക്ടർ ഹാരിസിന് നൽകുന്നത്. അതേ ഗ്രൂപ്പിൽ തന്നെയാണ്, അവരുടെ ഗ്രൂപ്പിൽ തന്നെയാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. എന്തായാലും ഈ വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി സഹപ്രവർത്തകന്റെ മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചവരുണ്ട് തുടങ്ങിയ വലിയ ആരോപണങ്ങളാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഗ്രൂപ്പിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും അവർക്ക് കാലം മാപ്പ് നൽകട്ടെ എന്നും പറയുന്നുണ്ട്. അതായത് ഈ അന്വേഷണ സമിതി വന്നപ്പോൾ പോലും, ഉന്നത സമിതി വന്നപ്പോൾ പോലും അതിൽ സമിതിയിൽ ഉണ്ടായിരുന്നവർ തന്റെ സഹപ്രവർത്തകരാണ്, തന്നെ പരിചയമുള്ളവരാണെന്ന് പ്രതീക്ഷ അറിയിച്ചിരുന്നു. പക്ഷെ ആ റിപ്പോർട്ട്